സർ, ഈ മന്തി കഴിച്ചിട്ട് ഭക്ഷ്യ വിഷബാധ ഏൽക്കുകയും മരിക്കുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയും കൊച്ചി കത്രിക്കടവിലുള്ള അൽഡ്രീം എന്ന് പറയുന്ന മന്തിക്കട, അവർക്ക് ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അതിൽ കത്രിക്കടവ് ഔട്ട്ലെറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഏതാണ്ട് 10ഓളം പേര് ചികിത്സയിലാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോഴും ആരും അതിനെ വളരെ കരുതലോടുകൂടി ഇരിക്കുന്നില്ല, ജാഗ്രതയോടുകൂടി ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് സുരക്ഷിതമായി നടത്താൻ വേണ്ടുന്ന കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ഈ ഒരു ഹോട്ടൽ ഉടമകളും ചെയ്യുന്നുണ്ടാകില്ല. നമുക്കൊരു ഭക്ഷ്യ വിഷബാധയാണ്, പലർക്കും അലർജികൾ ഉണ്ടാകാം, പലരുടെയും ജീവൻ തന്നെ അപകടത്തിലാകുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. ഇതൊന്നും എന്റെ വീട്ടിൽ സംഭവിക്കാത്തിടത്തോളം എനിക്കത് പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു നോട്ടക്കുറവുണ്ടല്ലോ. ആ ഒരു വിഷയമല്ല ഇത്രത്തോളം കാര്യങ്ങളെ കൂടുതൽ ഗൗരവമുള്ളതാക്കി മാറ്റുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ. നമ്മുടെ ഭക്ഷ്യ സംസ്കാരം പാടെ മാറിയിരിക്കുന്നു. പണ്ട് നമ്മൾ കഞ്ഞിയും പയറും അതുപോലെ തന്നെ ചോറും പരിപ്പും അല്ലെങ്കിൽ ഇലക്കറികളും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന കാലത്ത് അതാണ് യഥാർത്ഥമായ കേരളീയ ഭക്ഷണം. ഒരു ഭക്ഷ്യ വിഷബാധയും എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഹോട്ടലുകളിൽ പോലും, ഹോട്ടലുകളൊക്കെ നമ്മുടെ അത്ര വൃത്തിയായിട്ടുള്ള സാഹചര്യങ്ങളിലൊന്നും അല്ല നടത്തിപ്പോരുന്നത്. വൃത്തി കുറവുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവിടെ നിന്ന് ഇതുപോലെയുള്ള ഭക്ഷ്യ വിഷബാധ, മരണം തുടങ്ങിയവ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ ഭക്ഷ്യ സംസ്കാരം പാടെ മാറി. ചോറെന്ന് പറയുന്ന സാധനം കിട്ടാതെ അത് ബിരിയാണി ആയിട്ടും ഫ്രൈഡ് റൈസ് ആയിട്ടും ഒക്കെ കഴിക്കുമ്പോഴും, അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ തന്നെ പല രൂപത്തിൽ, ചിക്കൻ കറിയായിട്ട് കഴിച്ചിരുന്നു വല്ലപ്പോഴും ഒക്കെ. അന്നൊന്നും ഒരു കുഴപ്പവും ഉണ്ടായില്ല. നാടൻ ചിക്കൻ കറി, ചെട്ടിനാടൻ ചിക്കൻ കറി ഈ രൂപങ്ങളിൽ കഴിച്ചിരുന്നപ്പോഴും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ പരിഷ്കാരങ്ങൾ വന്ന് അറേബ്യൻ ഭക്ഷണമാണിപ്പോൾ നമ്മുടെ മുഖ്യധാരയിൽ ഉള്ളത്. നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ് അതാണ്. കൊച്ചു കുട്ടികൾ പോലും ആവശ്യപ്പെടുന്നത് അതാണ്. ഇത് ശരിയായിട്ടുള്ള അറേബ്യൻ ഫുഡാണോ? അല്ല. അറേബ്യൻ ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്, അറേബ്യൻ ഫുഡ് കഴിച്ചിട്ടുള്ളതാണ്, അവിടെ തന്നെ പോയി കഴിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് യാതൊരു വിധമായ മസാലയുമില്ല. നമ്മുടെ മറ്റ് ആഹാരങ്ങളുടെയൊക്കെ മുഖ്യ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മഞ്ഞളാണ് അതിൽ മുഖ്യം. ഈ മഞ്ഞൾ ധാരാളമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഭക്ഷ്യ വിഷബാധയും സാധാരണഗതിയിൽ വരില്ല. കാരണം എന്താണ്? ആ വിഷങ്ങളെ ഇല്ലാതാക്കുന്ന ഒന്നാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്ന നമ്മളാരും വില കൊടുക്കാത്ത ഒന്ന്. അതുകൊണ്ട് തന്നെയാണ് അമ്പലങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു നെറ്റി പ്രസാദമായിട്ട് തന്നെ പല അമ്പലങ്ങളിലും, എല്ലാ അമ്പലങ്ങളിലും അല്ല അത് ഉപയോഗിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? മഞ്ഞൾ നമ്മുടെ ശരീരത്തെ, ആരോഗ്യത്തെയും വയറിനെയും സംരക്ഷിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആഹാരത്തില്. ഇപ്പൊ ഈ വരുന്ന സാധനങ്ങളിലെല്ലാം അമിതമായിട്ട് മസാല ഉപയോഗിച്ചാണ് നമുക്ക് കിട്ടുന്ന കേരളത്തില്. അതല്ല അറേബ്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ. അറേബ്യൻ ഫുഡിൽ മസാലയൊന്നും അധികമൊന്നും ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ കത്രിക്കടവിലെ ആ ഹോട്ടലില് അൽ റീം എന്ന് പറയുന്ന ഹോട്ടല്, അത് കേരളത്തിലെമ്പാടും ഉള്ളതാണ്. അൽ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ അല്ലെങ്കിൽ ദൈവത്തെ സൂചിപ്പിക്കുന്നതാണ്. അത് പരിശുദ്ധിയോടുകൂടി തയ്യാറാക്കേണ്ടതാണ്. ആ അൽ റീം ആണ് ഇവിടെ അബദ്ധം കാണിച്ചിരിക്കുന്നത്. 10 പേര് ആശുപത്രിയിലായിരിക്കുന്നു. അപ്പോൾ ഒരാളുടെ പ്രശ്നമല്ല, ഇവിടുത്തെ ഫുഡിന്റെ പ്രശ്നമാണ്. പിന്നെ ഹോട്ടലിന്റെ മാത്രം കുറ്റമാകാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമുണ്ട്. ലൈസൻസ് റദ്ദാക്കിയത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ശ്രദ്ധക്കുറവുണ്ട്. ഒന്നാമത് ഇങ്ങനെയുള്ള ഇതൊക്കെ ചൂടോടെ കഴിക്കേണ്ട സാധനങ്ങളാണ്. ഇതിനൊക്കെ മയനൈസ് എന്ന് പറയുന്ന മുട്ടയും പിന്നെന്താണ് അതിൽ ചേരുന്ന ഇൻഗ്രീഡിയൻ്റ് എന്നെനിക്ക് തേനും എന്നൊക്കെയാണ് പറയുന്നത്. ആ സാധനം പച്ച എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന്, അത് ലക്ഷക്കണക്കിന്, കോടിക്കണക്കിനായിട്ട് ബാക്ടീരിയകൾ ഉണ്ടാകുകയും പെരുകുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് മുട്ട. അതെ, ഏറ്റവും ഡേഞ്ചറസ്. ഏറ്റവും ചൂടാക്കി, പരമാവധി ചൂടാക്കി ബാക്ടീരിയകളെ നശിപ്പിച്ച് കഴിപ്പിക്കേണ്ട ഒന്നാണ്. കുഴപ്പമില്ല, ഇത് അപ്പോൾ തന്നെ ഉണ്ടാക്കി അപ്പോൾ തന്നെ ഇത് സപ്ലൈ ചെയ്താൽ കുഴപ്പമില്ല. നമ്മുടെ ആൾക്കാർ എന്താ ചെയ്യുന്നത്? ഇത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകും, മണിക്കൂറുകൾ എടുക്കും, പിന്നെ അവിടെ കൊണ്ടുപോയി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് വൈകുന്നേരം വീണ്ടും കഴിക്കും. ഇതോടുകൂടി ബാക്ടീരിയയുടെ ഒരു വലിയ സംഭരണ കേന്ദ്രമായിട്ട് അത് മാറുകയാണ്. പെറ്റുവരികയും ചെയ്തു, ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അതെടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കും. ഇതാണ് നമ്മുടെ വളരെ ആലസ്യം കലർന്ന ഭക്ഷണശീലം. ഇതിൻ്റെയൊക്കെ ഫലവുമാകാം. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കഴിയുമില്ല. അൽ ഡ്രീം എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ശ്രദ്ധയില്ല. ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് ആകെ തന്നെ അതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ബാക്ടീരിയകൾ പെറ്റുവരിക എന്താണ്? ശരീരമാണ്, ശവമാണത്. വാസ്തവത്തിൽ ശവമാണത്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. നിങ്ങളത് ഫ്രഷായിട്ട് കഴിക്കൂ, ലൈവായിട്ട് കഴിക്കൂ, അത് കുഴപ്പമില്ല. നല്ല പോലെ പാചകം ചെയ്ത് ആ ഒരു ബോധം നമ്മുടെ ആൾക്കാർക്കില്ല. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ആ ബോധമില്ലാത്തതിന്റെ ഒരു ഫലം കൂടിയാണ്. നമുക്കറിയാം. ഇത് ഒരു കാര്യം ചോദിക്കാനായിട്ടാണ്, അതായത് ഈ ഫുഡ് സേഫ്റ്റി അധികൃതരുണ്ടല്ലോ,
അവര് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉം. ഇവര് ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ ടൈം ഓഫ് പീരീഡിൽ മാത്രമാണ് പലപ്പോഴും ഈ പരിശോധനകൾ നടത്തുന്നത്. ഉം. ഈ കഴിഞ്ഞ ദിവസമാണ് മേയർ രാജേഷ് അവിടെ തിരുവനന്തപുരത്ത് ഉം. പരിശോധന നടത്തിയത്. എത്ര കടകളാണ് അടുപ്പിച്ചത്, എത്ര കടകളാണ് അത്രയും വൃത്തിഹീനമായ രീതിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിന്റെ ഒരു നേർ ചിത്രം സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും കൊച്ചിയിൽ എത്രത്തോളം കടകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഉം. ഇതിൽ എത്രത്തോളം ഈ പറയുന്ന ഹോട്ടലുകളിൽ വളരെ സുരക്ഷിതമായ രീതിയിൽ ഭക്ഷണം ഒരുക്കുന്നുണ്ട് എന്നുള്ളതുണ്ട്. ഉം. അതുപോലെ ഞാൻ പറയാൻ വന്നത്, ഭക്ഷ്യസുരക്ഷാ വിഭാഗം കൃത്യമായ ഇടപെടലുകൾ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇതിനെ പിടിച്ചു നിർത്തിക്കൂടെ? കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് വരുന്നു, പക്ഷെ ലൈസൻസ് റദ്ദാക്കിയാലും പിന്നീട് അത് വീണ്ടെടുക്കുന്നു. അതേ രീതിയിൽ എങ്ങനെ വേസ്റ്റ് ആയിട്ട് അത് നടത്തിക്കൊണ്ടിരുന്നോ അതേ രീതിയിൽ തന്നെ അവർ വീണ്ടും തുടങ്ങുകയല്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ഇൻസ്പെക്ടർമാരുടെ ഇത് പരിശോധിക്കാനുള്ള ആൾക്കാരുടെ ഒക്കെ എണ്ണം വളരെ കുറവാണ്. സ്റ്റാഫുകളുടെ പരിമിതിയുണ്ട്. പുതിയ അപ്പോയിൻമെന്റ് നടക്കുന്നില്ല. അപ്പോൾ എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് അവർ പോകും, റെയ്ഡ് ചെയ്യും, പലതും സീൽ ചെയ്യാറുണ്ട്. ചെറിയൊരു മാറ്റം അതിൻ്റെ ഫലമായിട്ട് വരുന്നുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മറുവശത്ത് ഒരു കാര്യം കൂടിയുണ്ട്, ഇവരിൽ ചിലർ കൊടിയ അഴിമതിക്കാരാണ്. അപ്പോൾ കുറ്റകരവും അതുപോലെ തന്നെ അനാരോഗ്യകരവുമായ സാഹചര്യങ്ങളിൽ നിർമ്മിക്കുന്ന ഭക്ഷണത്തിനും ഹോട്ടലിനുമൊക്കെ ഒരു തുക തന്നാൽ ലൈസൻസ് നൽകാവുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം അങ്ങനെ പണം കൊടുത്തിട്ട് അവർ ലൈസൻസ് വാങ്ങിക്കും, തുടരും, കച്ചവടം തുടരും, ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ രോഗികളാക്കിക്കൊണ്ടിരിക്കും. ആ പരിപാടി നടക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യേകിച്ചും ഒരു നാട്ടിൽ അവിടെ കഴിക്കേണ്ട ഫുഡെന്ന് പറഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥയ്ക്കൊക്കെ അനുസരിച്ച്, ഇതിപ്പോൾ നമ്മുടെ ഒരെണ്ണമുണ്ട് മന്തി, അത് യമനിലെ ഭക്ഷണമാണ്. അവരെ കഴിച്ചോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ യമനിൽ പോകുമ്പോൾ നിങ്ങളത് കഴിച്ചു. നമ്മൾ എന്തിനാ ആ ഭക്ഷ്യ സംസ്കാരം ഇവിടെ കൊണ്ടുവന്ന് അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അറേബ്യൻ ഫുഡാണെങ്കിൽ നമ്മുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം, നമ്മുടെ കഞ്ഞിയും പയറും ചോറും അതുപോലെ സദ്യ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനോടിപ്പോൾ ഒരു വിരക്തി വരാൻ പ്രധാനപ്പെട്ട കാര്യം ഈ ആഹാരത്തിൽ ധാരാളമായിട്ട് മസാല അടങ്ങിയിരിക്കുന്ന ഒന്നാണ്. മസാലയോടുള്ള ആർത്തിയാണ്. ഈ ലെയ്സ് എന്ന് പറയുന്ന ആഗോളമായിട്ട് വിറ്റഴിക്കുന്ന സാധനത്തിൻ്റെ രഹസ്യം എന്താ? അതിൻ്റെ മസാലയും ഉപ്പുമാണ്. അത് നാക്കിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനോടാവും മയക്കുമരുന്നെന്ന പോലെ നമുക്കൊരു അഭിനിവേശം ഉണ്ടാവും. ആ അഭിനിവേശമാണ് ഇപ്പൊ കേരളത്തിൽ പുതുതലമുറയ്ക്ക് നമുക്കറിയാം. കോട്ടയത്ത് കഴിഞ്ഞ ജൂൺ 2026 ജൂണില് ഏതാണ്ട് 22 ഹോട്ടലുകളിൽ നടത്തിയിട്ടുള്ള പരിശോധന 9 സ്ഥാപനങ്ങളിൽ നിന്ന് ദിവസങ്ങൾ പഴക്കമുള്ള അൽഫാം, കുഴിമന്തി, ചിക്കൻ കറി, ബീഫ്, മീൻ കറി തുടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെടുത്തു. കുമരകത്തേക്ക് വരുമ്പോൾ അവിടെ കള്ളുഷാപ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം നിരവധി പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ചികിത്സയിലായിരുന്ന ഒരാളും മരിച്ചു. 2 പേര് കോട്ടയത്തെ കള്ളുഷാപ്പിൽ 2 പേരാണ് മരിച്ചിട്ടുള്ളത്. അതിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു. അതുപോലെ ഷാപ്പ് കറി എന്ന് പറയുന്ന വലിയ പ്രിയമാണ് കേരളത്തിൽ. ആ ഷാപ്പ് കറി കഴിച്ചാണ് ഈ 2 പേരും മരിച്ചത്. അതുപോലെ തന്നെ 2023 വരുമ്പോൾ ഷവർമ കഴിച്ചതിന് പിന്നാലെ മരണം ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് 2022 ഒരു വിദ്യാർത്ഥി ദേവാനന്ദ 16 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്. അതെ. അപ്പൊ ഇത്തരത്തിലുള്ള കേസുകളെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ സർക്കാർ സംവിധാനങ്ങളും അതായത് ഭരണകൂടവും കൃത്യമായി കോട്ടയത്ത് തന്നെ കോട്ടയം പാലക്കാരൻ രാഹുൽ ഡി നായർ ഈ അൽഫാം കഴിച്ചിട്ട് മരിച്ചു. അവിടെ ഒരു കടയിൽ നിന്ന് വിഷം കലർന്ന അൽഫാം കഴിച്ച് വീണ്ടും കോട്ടയത്തിന് അടുത്ത് തന്നെ സംക്രാന്തിയിൽ ആള് മരിച്ചിട്ടുണ്ട്. അത് സീൽ ചെയ്ത് വീണ്ടും ആ കട വീണ്ടും ഇപ്പൊ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിങ്ങനെ എടുത്തു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതായത് ഇത്തരത്തിലുള്ള കേസുകൾ ഒരുപാട് വരുന്നുണ്ട്, വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട്. തലസ്ഥാനപരമായിട്ടുള്ള തിരുവനന്തപുരത്തെ പിന്നെ വെള്ളയമ്പലത്ത് സൽവ ഡൈം, അവിടെ നിന്ന് പോലൊരു ഭക്ഷണം, അതിന്റെ പേര് എനിക്ക് അറിയില്ല. അതായത് കമ്പി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ഇങ്ങനെ നേരെയുള്ള അല്ല, അടുപ്പിന് തീക്ക് മോളിൽ അങ്ങനെ ചിക്കൻ, അങ്ങനെ ഒരു ചിക്കൻ ഗ്രിൽഡ് ചിക്കൻ, ഈ ഗ്രിൽഡ് ഷവായോ അല്ലെങ്കിൽ ഗ്രിൽഡ് ചിക്കൻ ആയിരിക്കാം. എന്തായാലും കാസർഗോട്ടുകാർ നടത്തുന്ന ഹോട്ടലാ, ഒരുമാതിരി മര്യാദക്കാരായിട്ടുള്ള ആൾക്കാർ, അത് കഴിച്ച ആൾക്കാർ മരിച്ചിട്ടുണ്ട്. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ സേഫ് അല്ല ഈ സാധനം എന്നുള്ളതാണ്. ഇത് സൂക്ഷിക്കാനുള്ള ഷെൽഫ് ലൈഫ് ഉള്ളതല്ല. പ്രധാനപ്പെട്ട അവിടുത്തെ സീസർ പാലസ് എന്ന് പറയുന്ന കോട്ടയത്തെ ഒരു ഹോട്ടൽ, നിങ്ങൾ പിന്നെ പാഴ്സലായിട്ട് കൊണ്ടുപോകാൻ അത് കൊടുക്കില്ല, പാഴ്സലായിട്ട് കൊടുക്കാൻ സാധനം കൊടുക്കില്ല. അങ്ങനെ ഉത്തരവാദിത്വമുള്ള ഹോട്ടലുകൾ വേണം. ബാർബിക്യൂ
അതാണ് സംക്രാന്തിയിൽ നടന്ന ബാർബിക്യൂ കഴിച്ചാണ് ആൾ മരിച്ചത്. ബാർബിക്യൂ എന്ന് പറയുന്ന ആഹാരം. നമ്മുടെ ആഹാരശീലങ്ങൾ മാറ്റുമ്പോൾ അത് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഫുഡ് ഇൻസ്പെക്ടർമാരെ കൊണ്ട് മാത്രമേ നടക്കില്ല. ഹെൽത്ത് ഇൻസ്പെക്ടർമാരും കൂടി ഇത് ഇറങ്ങണം, രംഗത്തിറങ്ങണം. ആരോഗ്യമന്ത്രി മുരളീധരൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ ഈ ഓപ്പറേഷൻ തൂഫാൻ പോലൊരു ക്യാമ്പയിൻ തന്നെ നടക്കണം. അല്ലാതെ ഇങ്ങനെ അവിടെ ഇവിടെയും പോയിട്ട് ഒരു പരിശോധന നടത്തി അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്നാണ് ഈ സംഭവങ്ങൾ, കത്രിക്കടവിലെ സംഭവം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് യജ്ഞമായിട്ട് തന്നെ ഓപ്പറേഷൻ തൂഫാനേക്കാളും പ്രധാനപ്പെട്ടതാണിത്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ പണക്കാരായ പിള്ളേരുടെ മാത്രമാണ്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരും പാവങ്ങളും ഒക്കെ കഴിക്കുന്ന ആഹാരമാണ്. അവിടങ്ങളിലേക്കെല്ലാം നമ്മുടെ ആൾക്കാർ, സന്നദ്ധ സേവകരെ എല്ലാം ഉൾപ്പെടുത്തി ഉള്ള റെയ്ഡുകൾ നടക്കണം. എങ്കിൽ മാത്രമേ ഈ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിലെ അഴിമതിയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവനും രക്ഷിക്കാൻ പറ്റൂ. അതിൽ നിന്ന് ജനങ്ങളെയും രക്ഷിക്കാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വലിയ തരത്തിലുള്ള ആരോഗ്യമന്ത്രി കൃത്യമായി ഇതിൽ ഇടപെടണം എന്നുള്ളത് തീർച്ചയായിട്ടും ഫുഡ് ഇൻസ്പെക്ടർമാർ വേണം. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വേണം. ഭക്ഷ്യവകുപ്പും അതുപോലെ ആരോഗ്യവകുപ്പും ചേർന്നുകൊണ്ട് ഈ ക്യാമ്പയിൻ നടത്തണം. നമ്മുടെ ഡോക്ടർമാരെ ഇതിന്റെ ബാഡ്ജ് ധരിക്കുന്ന പോരാളികളായിട്ട് വെക്കണം. വളരെ വളരെ പോലീസും വേണം, ഒപ്പം തന്നെ പോലീസും വേണം. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു യജ്ഞം നടത്തിയാൽ മാത്രമേ നമുക്കതിനുള്ള മനുഷ്യ വിഭവമാവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ബോധ്യം.